അങ്ങനെ ഇവിടെ വന്നു. ഇവിടുന്ന് വ്യൂ കിട്ടുന്നുണ്ട്. ഇത് ഈ താഴെ കാണുന്നത് നയാഗ്ര പവർ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. ഇപ്പം നമ്മൾ വന്നപ്പോൾ ഒരു ബോട്ട് അവിടെ വന്നിട്ട് ആ വെള്ളത്തിൻ്റെ എന്നാ പറയുക, വെള്ളം തെറിക്കുന്നതിൻ്റെ ഒരു നീരാവി പോലെയുള്ളത് കാരണം അത് കാണത്തില്ല. അതിൻ്റെ അകത്ത് ആ വൈറ്റിലൊരു ഇരുണ്ട കളറിൽ കാണുന്നതാണ് ബോട്ട്. നമ്മളും പോയപ്പോൾ അവിടം വരെയും പോയായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല വലിയ മഴ പെയ്യും പോലെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല. ജസ്റ്റ് ആ ഇതൊന്ന് എൻജോയ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോഴത്തേനും നമ്മൾ വെള്ളത്തിൽ കുളിക്കും. ഇവരൊരു റെയിൻ കോട്ട് പോലത്തെ ഒരു സാധനം തരുന്നുണ്ട്. ഇവിടെ ആൾക്കാരത് ഉപേക്ഷിച്ചിട്ടുണ്ട്. റെഡ് കളറ് ശരിക്കും അവിടെ ബിന്നിലിടേണ്ട സാധനമാണ്. ഒരു ആൾക്കാർ ഒത്തിരി റബ്ബിഷ് കൊണ്ടുപോയി ഇടുന്നുണ്ട് കമ്പാരിറ്റീവ്ലി. അടിപൊളിയാണ്. ഭയങ്കര വെള്ളം തെറിക്കുവാണ്. ഇത് കാണാം. In 1954, a large section broke off and fell near the end of Prospect Point. Next is Bridal Head Falls, the smallest of the three waterfalls. വൈകുന്നേരം ആയപ്പോഴത്തേനും അതിൻ്റെ കളറ് വന്നു തുടങ്ങി. നല്ല നീല കളറൊക്കെ വന്നു തുടങ്ങി. നമ്മളിന്ന് രാത്രി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, എന്താ പറയുക, ഇതിന് രാത്രിയാകുമ്പോൾ ഇതിന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ലൈറ്റ് ഷോയും നമ്മളത് കണ്ട് പല പല കളറുകൾ കൊടുക്കും ഈ വെള്ളച്ചാട്ടത്തിന്. അതൊന്ന് കണ്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഈ കാണുന്നത് ഒരു ക്യാസിനോയാണ്. അവിടെ ഒരു ക്യാസിനോ വേൾഡ് തന്നെയുണ്ട്. ഇപ്പോൾ എന്നാൾ പറയുന്നത് കേട്ടു, ഇവിടെ വന്ന് ഒരു മലയാളി തൊടുപുഴക്കാരൻ ഒരാൾ വന്ന് ക്യാസിനോയിൽ കളിച്ച് രാത്രി മൊത്തം അവിടെ നിന്ന് കളിച്ച് പൈസ പോയി. രാത്രിയായപ്പോൾ വെള്ളം അടിച്ച് ഇവിടെ ഒന്ന് ചാടി നയാഗ്ര ഫാൾസിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല, ഇങ്ങനെ പറയപ്പെടുന്നതാണ്. ന്യൂസിലുണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെയുള്ളവരൊക്കെ പറയുന്നു. ഇതിങ്ങനെ ദൂരെ വരെ ഇങ്ങനെ അങ്ങ് വരെയും ഫാൾസിൻ്റെ അവിടം വരെ ഇങ്ങനെ നടക്കാൻ പറ്റും. നമ്മൾ നടന്ന് ഫാൾസിൻ്റെ അടുത്തോട്ട് എത്തി തുടങ്ങി. ഒരു 10 മിനിറ്റ് നടക്കണം കേട്ടോ, അങ്ങേറ്റത്തുനിന്ന് ഇങ്ങോട്ട്. ഇവിടെ വരുമ്പോഴത്തേനും ആ അവിടെ നിന്ന് പൊങ്ങുന്ന ആ നീരാവിയുടെ അംശം കാറ്റിലൂടെ പറന്ന് ഒരു ചാറ്റൽ മഴ പോലെ നമ്മുടെ മേത്തോട്ടടിക്കുന്നുണ്ട്. നമ്മൾ നടന്ന് ക്യാസിനോയുടെ താഴെ എത്തി. അതാണ് ക്യാസിനോ. ആ ബോട്ട് അവിടെ ഇട്ട് തിരിക്കുവാണ് എല്ലാവർക്കും എല്ലാ വ്യൂവും കിട്ടാൻ വേണ്ടി. അവിടെ നിന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിങ്ങ് വരും. വൈകുന്നേരം ആയപ്പോഴത്തേനും ആളുകളുടെ എണ്ണം കുറഞ്ഞ്, വെയിലുള്ളപ്പോഴാണ് അതിൻ്റെ കൂടുതൽ ആൾക്കാർ അതിൻ്റെ അകത്തുള്ളത്. ഇതാ വരുന്നുണ്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. ഇവിടെ ഈ താഴെയാണ്, താഴെ ഈ കാണുന്നതാണ് നയാഗ്ര വാട്ടർഫാൾ പവർ സ്റ്റേഷൻ. അവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. ആ സിപ്പ് ലൈൻ ഇവിടെ ഒന്നാണ് ഫിനിഷ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് അങ്ങ് അവിടെ നിന്നാണ്. ആ കാണുന്ന ഇതാണ് അവിടെ സ്റ്റാർട്ട് ചെയ്ത സിപ്പ് ലൈൻ. ഇവിടം വരെയും വരും. ഇവിടെ വന്ന് നിൽക്കും. ആൾക്കാരത് ചെയ്യുന്നുണ്ട്. ഒരു സാഹസികമായ ഒരു ആക്ടിവിറ്റിയാണ്. ഷോപ്പുകളെല്ലാം ഉണ്ട്. അവിടെ ഗിഫ്റ്റ് ഷോപ്പും ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെയുള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ കയറണം. നമ്മുടെ അവിടെയുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഗിഫ്റ്റ് വാങ്ങാനുള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു ജസ്റ്റ് ഈ നമ്മുടെ വീട്ടിൽ മെമ്മറിക്ക് വേണ്ടി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. ഇവിടെ എല്ലാം മഴ പെയ്ത പോലെ വെള്ളമാണ്. കാരണം ഈ വാട്ടർഫാളിൽ നിന്ന് വരുന്ന ആ വെള്ളം ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ചെറിയൊരു മഴ പെയ്യണ ഒരു എഫക്റ്റാണ് ഇവിടെ ഫുള്ള്. എൻ്റെ മുഖത്തൊക്കെ ചാടുവാണ് അങ്ങനെ. ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നിറച്ച ആളുകളായി. മാത്രമല്ല ഇവിടെ വെള്ളം ചാടുന്ന കാരണം എൻ്റെ ലെൻസേലൊക്കെ വെള്ളം ചാടുവാണ്. അതുകൊണ്ട് അത്ര ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലെൻസ് ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കണം.
ഇത് അടുത്ത ബോട്ട് പോകുന്നുണ്ട് അങ്ങോട്ട്. ബോട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. ഇത് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ വലിപ്പം എന്തോരം ഉണ്ടെന്ന്. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. നല്ല നീല കളറിൽ ഒഴുകുന്ന. നമുക്ക് നടന്ന് നടന്ന് അവിടം വരെയും പോകട്ടോ. ആ താഴെ കാണുന്നതാണ്. ആ ബോട്ട് അങ്ങ് ചെന്ന് കയറുവാണേ അതിൻ്റെ അടിയിൽ. ബോട്ട് അത്രേ ഉള്ളൂ. ആ വെള്ളത്തിൽ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ വലിപ്പം കാണുമ്പോൾ മനസ്സിലാവും. അവിടെ കുറേ നേരം ആ ബോട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കുകൊണ്ട് ആ ബോട്ട് കിടന്ന് ആ ഒഴുക്കിനെ പ്രതിരോധിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കിടന്ന് ഷെയ്ക്ക് ആടുന്നത് ശരിക്കും കാണാം. അത്ര ഫോഴ്സിലാണ് അവിടെ വെള്ളം വരുന്നത്. നല്ല നീല കളറാട്ടോ വെള്ളത്തിന്. ഇവിടെ ഒരു ലൈറ്റ് കണ്ടോ ഇരിക്കണ വെള്ള കളറിലുള്ള ലൈറ്റാണ്. അവിടെ നിന്നാണ് രാത്രി ഈ നയാഗ്ര ഫാൾസിന് ലൈറ്റ് കൊടുക്കുന്നത്. അതായത് അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ആ ബ്രിഡ്ജ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് വാട്ടർ ഫാൾസ്. അപ്പോൾ ഇതിന് ലൈറ്റ് കൊടുക്കുന്ന അവിടെ നിന്നാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഷാഡോ ഒന്നും അതിന് കിട്ടാത്ത രീതിക്കാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ മാരിയറ്റിൻ്റെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഈ വ്യൂ കണ്ടുകൊണ്ട് ഇവിടെ താമസിക്കാം. എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ വൺസ് ഇൻ എ ലൈഫ് ടൈമൊക്കെ വന്ന് താമസിക്കുക എന്നുള്ളത് ഒരു രസമായിരിക്കും. ഇവിടെ മാരിയറ്റിൻ്റെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. നയാഗ്ര വ്യൂ കണ്ടുകൊണ്ടുള്ള. അത് അവിടെയൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം വന്ന് താമസിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഫോൾസ്. നമ്മളിപ്പോൾ ആ വെള്ളം ചാടി വരുന്നതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി. അവിടുന്ന് ഇതിപ്പോൾ കറക്റ്റ് നമ്മൾ ഫാൾസിൻ്റെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്തെത്തി. ഇവിടുന്ന് ഏകദേശം ഒരു എത്ര മീറ്റർ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട് നിയർലി ഒരു 800 മീറ്റർ, 900 മീറ്ററൊക്കെ കാണുമായിരിക്കും. അക്കരെ കാണുന്നതാണ് അമേരിക്ക. രാത്രി ആകും തോറും ഇതിൻ്റെ കളർ ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. പച്ച കളർ കൂടിക്കൂടി വരുവാണ്. ഈ അടുത്ത് വന്നപ്പോൾ വീഡിയോയിൽ എന്തോരം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. കാരണം നിറച്ച് എന്നാ പറയുക മേഘം പോലെയാണ് കാണുന്നത്. ഈ വെള്ളം ചാടുന്നതിൻ്റെ മുഴക്കമൊക്കെ കേൾക്കാമെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ആ ബിൽഡിങ്ങിൽ ഇഷ്ടംപോലെ ഗിഫ്റ്റ് ഷോപ്പുകളുണ്ട്. നമുക്ക് ഗിഫ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടിയുള്ള. ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴും അതിൻ്റെ ഇരമ്പലിങ്ങനെ കേൾക്കാം, വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ. നമ്മളങ്ങനെ ഏകദേശം 8 മണി ആവാറായി. അപ്പോഴത്തേനും മാരിയറ്റ് ഹോട്ടലിൻ്റെയൊക്കെ ഫ്രണ്ടിലെത്തി നടന്ന് ഫാൾസൊക്കെ ഉണ്ട്. ഇവിടെയും താഴെയും പാർക്കിംഗ് ഉണ്ട്.
അവിടെ നിന്നാണ് നമ്മൾ വന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം അടിച്ചിട്ട് തെറിക്കുന്ന ഇതാണ്. ലൈറ്റ് അവിടെ ഓണായി. ആ കാണുന്നതാണ് ലൈറ്റ്, അത് ഓണായിട്ടുണ്ട്. ഈ സ്ഥലത്തിന് ടേബിൾ റോക്ക് സെൻറ്റർ എന്നാണ് പറയുന്നത്. ഈ നെങ്ങേറ്റം ഫാൾസിൻ്റെ അവിടെയുള്ള എല്ലാവരും എൻജോയ് ചെയ്ത് നടന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്നാക്സൊക്കെ കഴിച്ച് വരികയാണ് എല്ലാവരും. പിള്ളേർക്കെല്ലാം ഇന്നത്തെ എൻജോയ്മെൻ്റായി. ഇന്നത്തെ എൻജോയ്മെൻ്റ് അല്ല, ഈ ഹോളിഡേ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു.